സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മേധാവി ഉടമ CJ റോയ് ഈയിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി ഈ ചാനൽ ചർച്ചകളിലൊക്കെ പലരും പല അഭിപ്രായങ്ങൾ. നമുക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്നറിയാം. EDയുടെ റെയ്ഡ് നടക്കുന്നു. പുള്ളിക്കാരൻ്റെ സ്വന്തം തോക്കുകൊണ്ട് വെടിവെച്ച് മരിച്ചു. ഇത് നമുക്ക് ഇത്ര അറിയാം. പക്ഷേ എന്തുകൊണ്ട് മരിച്ചു ഇതൊന്നും അറിയത്തില്ല. എനിക്കാണെങ്കിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉടമയാരെന്ന് നമ്മളിപ്പോഴേ അറിയുന്നത്. CJ റോയ് എന്നൊക്കെ ഇപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. ഏതായാലും ചാനലുകാർക്ക് ഭയങ്കര ഒരു ചാകരയായി. അവരിഷ്ടം പോലെ ഇതിനെപ്പറ്റി പറഞ്ഞ് ഒത്തിരി വീഡിയോകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം മരിച്ചതിനെപ്പറ്റി ഇദ്ദേഹം മരിച്ചതിനെ പറ്റിയില്ല, ആത്മഹത്യ ചെയ്തതിനെപ്പറ്റി പല അഭിപ്രായങ്ങളാണ് പലരും പറയുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ, ഇദ്ദേഹത്തിന് ഒരു റെയ്ഡ് നടക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു തോക്ക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഒറ്റയ്ക്ക് ഇദ്ദേഹത്തെ ആ റൂമിലോട്ടൊന്നും വിടാതിരിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമായിരുന്നു. പിന്നെ ED റെയ്ഡ് നടത്തും. അതാരെ EDയുടെ റെയ്ഡ് ഇല്ലെങ്കിൽ ഈ രാജ്യം അങ്ങനെ നിലനിൽക്കും. നടത്തിയേ പറ്റുള്ളൂ റെയ്ഡ്. അപ്പോൾ ഇദ്ദേഹം ഈ മരിച്ചതിൻ്റെ കാരണം EDയുടെ റെയ്ഡ് കൊണ്ടൊന്നുമല്ല. റെയ്ഡ് കാരണം പുള്ളിക്ക്, അല്ലെങ്കിൽ പുള്ളി ഇപ്പോൾ 10,000 കോടിയുടെ ആസ്തിയുള്ള വ്യക്തിയാണെങ്കിൽ ED ചിലപ്പം റെയ്ഡ് നടത്തി പുള്ളിക്കാരന് കുറച്ച് തുക അടിച്ചു നിർത്തി രക്ഷപ്പെടാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതൊന്നും ചെയ്യാതെ പുള്ളിക്കാരൻ എന്തിന് ഈ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നമ്മൾ ദുരൂഹതയാണ്. അപ്പം അതിനെക്കാട്ടിൽ വലിയ കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഇത് സർക്കാർ ഈ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതിൻ്റെ യാതൊരു കാര്യവുമില്ല. ഏതായാലും കർണാടക സർക്കാർ ഇതിനെപ്പറ്റി അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ BJP സർക്കാരിന് ഏറ്റവും എതിരുള്ളൊരു സർക്കാരാണ് കർണാടക സർക്കാർ. അവിടുത്തെ ശിവകുമാറും. അപ്പോൾ ശിവകുമാർ ഏതായാലും അന്വേഷിച്ച് കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവരട്ടെ. പക്ഷെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതും രാഷ്ട്രീയവൽക്കരിക്കാതെ ഇദ്ദേഹം മരിക്കേണ്ട അന്നത്തെ ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാരൻ ഇത് വെടിവെച്ച് മരിക്കേണ്ടല്ലോ, ആത്മഹത്യയുടെ യാതൊരു കാര്യവും ഇല്ലായിരുന്നു. പക്ഷേ എന്തിനത് ചെയ്തെങ്കിൽ അത് പുള്ളിക്കാരൻ തന്നെ പറയേണ്ടത്, അല്ലെങ്കിൽ ഇനിയും തെളിവിൽ കൂടെ വെളിയിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. അല്ലാതെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞ് പല ഈ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.